വാർത്തകൾ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ്. നീര ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിലൂടെ ഗുണം ലഭിച്ച ഒരു കൂട്ടർ കള്ളുചെത്ത് തൊഴിലാളികളാണ്. പഴയ കള്ളുചെത്ത് തൊഴിലാളികളിൽ പലരും ഇന്ന് നീരച്ചെത്ത് തൊഴിലാളികളാണ്. അങ്ങനെ സർക്കാർ തീരുമാനിച്ചു, തെങ്ങിൽ നിന്ന് നീര ഉൽപ്പാദിപ്പിക്കാം. ഉത്തരവിറക്കി ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. ഉത്തരവിറക്കിയാൽ നീര കിട്ടില്ലല്ലോ, തെങ്ങിൽ കയറി നീര ചെത്തണ്ടേ. തെങ്ങുകയറ്റക്കാരെ സമീപിച്ചു. അവർ ഓക്കെ പറഞ്ഞു. തെങ്ങിൽ കയറാൻ അറിഞ്ഞാൽ നീര കിട്ടില്ല. നേരായ രീതിയിൽ നീര ചെത്തിയില്ലെങ്കിൽ നീര കിട്ടില്ലെന്ന് മാത്രമല്ല, തെങ്ങിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയും വേണ്ട. അങ്ങനെയാണ് കള്ളുചെത്ത് തൊഴിലാളികളിലേക്ക് ആലോചനയെത്തുന്നത്. കള്ളിന് ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുന്ന നേരത്തായിരുന്നു ആ തീരുമാനം. ലോട്ടറി അടിച്ച സന്തോഷത്തോടെ അവർ അത് സ്വീകരിച്ചു. അങ്ങനെ പുതിയ രൂപത്തിലും പഴയ ഭാവത്തിലും തൊഴിലാളികളെത്തി. നാട്ടിലെ കള്ളുചെത്ത് തൊഴിലാളികൾക്കിന്ന് VIP പരിഗണനയാണ്. വാഴക്കുളത്ത് കൊണ്ടുപോയി പരിശീലനം നൽകും. ഇക്കാലയളവിൽ 200 രൂപ കിട്ടും. തിരിച്ചെത്തുമ്പോൾ സംഘങ്ങളുടെ വൻ സ്വീകരണം. ഞാൻ പോയത് 3-ാം ബാച്ചിലാണ്, ഇവരൊക്കെ 5-ാം ബാച്ചിലാണ് പോയത്. അപ്പൊ ഞങ്ങൾ പോയപ്പം 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവര് പോയപ്പോ 21 പേരുണ്ടായിരുന്നു. 15 ദിവസത്തെ ക്ലാസ് ആണ്. അതിനകത്ത് ശരിക്കും ചെത്തറിയാവുന്നവരെ മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. 15 ദിവസത്തില് 10 ദിവസം അല്ലാത്ത പഠിത്തമാണ് ബാക്കി 10 ദിവസം തെങ്ങിയത്തില് അവിടെ പോയിട്ട് പരിശീലിക്കുന്നു. നമ്മളെ കഴിഞ്ഞ് മുന്നേ അവിടുന്ന് പഠിച്ചവര് 7 പേരുണ്ടായിരുന്നു. അവരാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. വാഴക്കുളത്തു നിന്നും തിരിച്ചെത്തിയാൽ പിന്നെ ആശാന്മാരാണ് അവർ. നീരച്ചെത്തി പഠിക്കാനെത്തുന്നവർ അവരെ വിളിക്കുന്നത് മാഷേ എന്നാണ്. കയർ വെച്ചിട്ട് മുകളിൽ കയറുന്നു. മുകളിൽ കയറി കഴിഞ്ഞിട്ട് കൊല നമ്മൾ പിടിക്കുന്നു. കൊല പിടിക്കുമ്പോൾ അതിന് ഒരു കെമിക്കൽ ഒഴിക്കും, ചുറ്റിയാക്കും കൊല. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി കഴിഞ്ഞിട്ടാണ് രണ്ടാമത് നമ്മൾ കൊല പൊട്ടുവാണെങ്കിൽ, പൊട്ടുന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ ഈ നമ്മൾ ചുറ്റിടും വള്ളി കൊണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കൊല തല്ലി അത് കഴിഞ്ഞ് ഒരു 10-15 ദിവസം ആകുമ്പോൾ തന്നെ ഞങ്ങൾ നീര എടുക്കാനുള്ള ഓല ചുറ്റി കെട്ടിയിട്ടാണ് ഈ കണ്ണാസിടുന്നത്. അപ്പൊ അതിനൊരു കെമിക്കലുണ്ട്, അത് കള്ളാക്കിയല്ല. ആ കെമിക്കൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നീരായിട്ട് കിട്ടും. 1 ലിറ്റർ നീര ചെത്തി അളന്നാൽ ഉടമ 50 രൂപ നൽകും. കള്ളാണ് അളക്കുന്നതെങ്കിൽ കിട്ടുക 35 രൂപ മാത്രമാണ്. ഇനി തെങ്ങിൽ നിന്ന് വീണ് വല്ലതും പറ്റിയാൽ സുരക്ഷയ്ക്ക് ഇൻഷുറൻസുമുണ്ട്. പ്രതീക്ഷയുടെ തളയിട്ട് തെങ്ങിൽ കയറാൻ തൊഴിലാളികളിപ്പോൾ ക്യൂവിലാണ്. ഇനി 1 മാസത്തെ അവരുടെ വരുമാനവും കൂടി കേട്ടോളൂ. 30,000 രൂപ ശമ്പളത്തിനാണ് നമ്മളിപ്പം പണിയെടുക്കുന്നത്. കള്ളുചെത്തുകാരനാണെന്ന് പറഞ്ഞ് വ്യാജന്മാരും പരിശീലനത്തിനെത്തും. അത്തരക്കാരെ കുടുക്കുന്ന വിധം ഇങ്ങനെയാണ്. ആദ്യം തെങ്ങ് കയറ്റും. മണ്ടയിലെത്തിയുള്ള നിൽപ്പ് കാണുമ്പോൾ കള്ളുചെത്തുകാരനെയും കള്ളന്മാരെയും ആശാന്മാർ തിരിച്ചറിയും. നിഷാന്ത്, മാതൃഭൂമി ന്യൂസ്, വയനാട്.